ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ ചില മത്സരാർത്ഥികളുടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾക്ക് ഇന്ന് പറയാനുള്ള അനുമോളുടെ ഒരു പ്രശ്നമാണ്. അനുമോള് ഇന്നലെ നമ്മുടെ അനീഷ് ചെന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുമോളെ നീ മിണ്ടാണ്ടിരിക്കുന്നത്? നീ മിണ്ടാണ്ടിരുന്നാൽ ബിഗ് ബോസ് ഹൗസ് ഉറങ്ങിപ്പോകും, നീ കിലുക്കാൻ പറ്റി പോലെ കിലുക്കി നടക്കുക. അത് തന്നെയാണ് എനിക്കും പറയാറുള്ളത്. അനുമോള് ഒരു കിലുക്കാൻ പറ്റിയാണ്. അതുപോലെ തന്നെ ആർക്കും അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അനുമോളുടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നുമില്ല, എല്ലാം തുറന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അനുമോൾ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി അവിടെ ഇല്ലെങ്കിൽ ഈ സീസണിലെ ബിഗ് ബോസ് എന്തായി തീരും? അതൊന്ന് ചിന്തിച്ച് നോക്കണം. ആർക്കും കണ്ടൻറ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് അനുമോൾ. അനുമോൾ ഓരോ എപ്പിസോഡിലും ഓരോ കണ്ടൻറ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയധികം അങ്ങോട്ട് വൈരാഗ്യം തോന്നും. നമുക്ക് ഷോലയിലെ അംജിത്ത് ഖാനെ പോലെ വൈരാഗ്യം തോന്നും. ഒരു സിനിമയിലെ ഒരു വില്ലനെ പോലെ നമുക്ക് ദേഷ്യം തോന്നും. ആ ഒരു ദേഷ്യമാണ് ഡെവലപ്പ് ചെയ്ത് പ്രേക്ഷകർക്ക് ഇഷ്ടം വരുന്നത്. അനുമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നല്ല ഫാൻ മെയിലുകൾ, ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ, ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല, അനുമോൾ അല്ലെങ്കിൽ തന്നെ ഫേമസ് ആണ്, അറിയുന്നവർക്ക് അറിയാം, അവാർഡ് വരെ മേടിച്ചിട്ടുള്ള ഒരു നടീന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കോണ്ടൻറ്റ് ഒരുപാട് വാരി വിതറിയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ എന്നെനിക്ക് നിസ്സംശയം പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അനുമോളില്ലെങ്കിൽ ഈ ബിഗ് ബോസ് എങ്ങനെ പോകും, നമ്മളെങ്ങനെ കാണും? ഓരോ ദിവസം ഓരോ വെറൈറ്റി കണ്ടൻ്റല്ലേ അനുമോൾ ഉണ്ടാക്കുന്നത്. അതൊരു പൊട്ടിപ്പെണ്ണാണ്. ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന് അതിൻ്റെ കഴിവും അതിൻ്റെ ആ ചടുതലയും അതിൻ്റെ ആ അനുമോളെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അതിന് നമുക്കത് അനുമോൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. അനുമോളെ അവിടെ എത്ര ആൾക്കാർ അനുമോളെ കുറ്റം പറഞ്ഞാലും അനുമോളെല്ലാവർക്കും ഇഷ്ടമാണ്. അനുമോൾ നന്നായി ഭക്ഷണം ചെയ്ത് നോക്കണം. ഇപ്പോഴും കിച്ചണിൽ ഒരു പണിക്കും ഒരു വിഷമമില്ല. അവിടെയൊക്കെ എന്തൊക്കെ പണി ചെയ്താലും കണ്ടൻറ് ഉണ്ടാകുന്നിടത്ത് അനുമോൾ അപ്പം എത്തും. മേടിക്കുന്ന കാശിന് പണി കൊടുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ. നമുക്ക് അനുമോളെ അതായത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പോലെ നമുക്കും ഇഷ്ടപ്പെടുക തന്നെയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരായിട്ട് ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇതുപോലെ പിടിച്ച് നിൽക്കണമെങ്കിൽ സാധാരണ ഒരു സ്ത്രീകൾക്കൊന്നും പറ്റില്ല. അവിടെ എത്ര ആൾക്കാർ ഔട്ടായി പോയി. എന്നിട്ടും അനുമോൾ ഇത്രയും മത്സരാർത്ഥികളുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ ഗെയിമും കളിച്ചു തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും ആ ഒരു പാവം പെൺകുട്ടീനെ നമുക്ക് ഇനി അധികം അതിനെ അങ്ങോട്ട് ഇതാക്കണ്ട. അവസാനം ആവാറായില്ലേ. പിന്നെ 16 ലക്ഷം രൂപ അനുമോൾ PR കൊടുത്തെന്ന് പറയും. അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. 16 ലക്ഷം രൂപ അനുമോൾക്ക് PR കൊടുക്കാണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ വരേണ്ട കാര്യമുണ്ട്. ബിഗ് ബോസിൽ വിന്നറായി കഴിഞ്ഞാൽ കിട്ടാൻ പോണത് എത്രയാണെന്നറിയാം? 50 ലക്ഷം രൂപ. അത് ടാക്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥിയുടെ കയ്യിൽ കിട്ടാൻ പോണത് 35 ലക്ഷം രൂപ മാത്രമാണ് ഒരു മത്സരാർത്ഥിയുടെ കയ്യിൽ കിട്ടുക. പിന്നെ അവരവിടെ നിന്നുള്ള പൈസ കിട്ടും. അവിടെ നിന്നുള്ള ഓരോ ദിവസം അവർക്ക് ഓരോ റെക്കമെൻഡേഷൻ ഉണ്ട്. അതിൽ ചെറിയ ഇൻസെൻറ്റീവും കൂടി കൂട്ടിയിട്ട് ബിഗ് ബോസ് കൊടുക്കാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റൊന്നുമല്ല. PR എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് നമുക്ക് ബിഗ് ബോസിൽ വരുന്നവർക്ക് വേണം. പണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിന് വേണ്ടിയിട്ട് കുറേ മീഡിയകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒറ്റപ്പെടാണ്ടിരിക്കാനും നമ്മൾക്ക് നന്നായി കളിക്കാനും ഒരു കോൺഫിഡൻസ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ അവിടെ കളി ഇത്തിരി ഡൗൺ ആയാലും അവരവിടെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് നല്ല ഇൻഫ്ലുവൻസ് തരുന്നുണ്ട് എന്നുള്ളതിന് ഒരു ആത്മവിശ്വാസത്തിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് അവിടെ പോയി നല്ലോണം പോലെ കളിക്കാണ്ട് PR ഉള്ള ആൾക്കാർ അവിടെ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. PR യിലൊന്നും മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു അർത്ഥമില്ല. ഇതിപ്പോൾ PSC എഴുതി വന്ന് ടെസ്റ്റ് എഴുതിയിട്ട് ജോലി മേടിക്കുന്ന പോലെ ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ ഉള്ളിൽ വന്ന് ബിഹേവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ലോകമാണ്. നമുക്ക് യാതൊരു കണക്ഷനും ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയും പൈസ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ട്. ആ കാശും മേങ്ങിലിട്ടും മിണ്ടാണ്ടിരുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും അർത്ഥമില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടാവും എല്ലാ മത്സരാർത്ഥികളും ഇത് വരുന്നത്. ആ അറേഞ്ച്മെൻറ്റിന് അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നീങ്ങണമെന്നില്ല. കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മുടെ സമയം നല്ലതാണെന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടും. അതാണല്ലോ. ഇപ്പം അനീഷ് ഒരു കോമണറാണ്. അനീഷിനെ ആർക്കും അറിയില്ല. അനീഷ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരാൾ കൂടി ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അത് കോമണറായ കാരണം പിന്നെ ആരും അതിനെപ്പറ്റി ചിന്തിക്കില്ല. അവിടെ നിന്ന് സീറോയിൽ നിന്ന് നമ്മുടെ അനീഷിന് ഇതുപോലെ കളിച്ച് ഇപ്പോഴും നല്ല ബൂസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഒരു കഴിവല്ലേ. എന്തൊക്കെ ഉണ്ടെങ്കിലും അവനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും അവനുണ്ട് ഒരു നല്ലൊരു മനസ്സ്. ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് ഒക്കെ പാവങ്ങളാണ്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. കുറ്റങ്ങളൊക്കെ ഈ നമുക്ക് ഫെയിം കിട്ടാനായിട്ട് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഫെയിമാണ്. ഇഷ്ടംപോലെ സിനിമയിൽ ചാൻസ്, അതുപോലെ ഉദ്ഘാടനം. ഇവരൊക്കെ ഈയാമ്പാറ്റകളെ പോലെയാണ്.
ഇറങ്ങി കഴിഞ്ഞ് 4 ദിവസം സോഷ്യൽ മീഡിയയിൽ കാണും, അത് കഴിഞ്ഞ് വാനിഷാവും, പിന്നെ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കാണാറേ ഇല്ല. പിന്നെ സീരിയലിലും സിനിമയിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല, സിനിമാക്കാർ തിരിഞ്ഞു നോക്കില്ല. അത് ബിഗ് ബോസ് പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട് കാലുമ തോണ്ടി അറിയാം അവർ. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ല ബിഗ് ബോസിൽ വരുന്ന ഒരാളെ, അത് കളി കാണാനായിട്ടൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാനോ അവർക്കൊരു ഗിഫ്റ്റ് നല്ല രീതിയിൽ പൊന്തിച്ച് കൊണ്ടുവരാനോ അവർക്ക് സാധിക്കില്ല. അതുപോലെയുള്ളൂ നമ്മുടെ ഇതിൽ വല്ല ജൂനിയൽസും അവിടെ സാഗറൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യം. അവരൊക്കെ നല്ല വേഷം ചെയ്ത് ആ പണിയെന്ന് പറഞ്ഞ സിനിമയിൽ. എന്നിട്ട് എന്തായി, ഇപ്പോൾ അവരെ മുഖം പോലും കാണാനില്ലല്ലോ. അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണില്ല. ഇതുപോലെ തമിഴും തെലുങ്കും കന്നഡ സിനിമയിൽ ഹിന്ദിയിലൊക്കെ പോയി അഭിനയിക്കുമെന്ന് നമുക്കറിയില്ല. അവരെ ഒന്നും കാണാനില്ല. അപ്പോൾ അതാണ് മലയാളികൾ. ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഒരാൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിഗ് ബോസിൽ വന്ന ആളാണ് അർജുനൻ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ മോഹൻലാൽ കൊടുത്ത വാക്ക് പ്രകാരമാണ് അത് സിനിമയിൽ വന്നത്. പക്ഷേ ആ ക്യാരക്ടർ അത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് നമുക്കിപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അർജുനന് അഭിനയിക്കാൻ അറിയില്ല. അവൻ ഈ ബിഗ് ബോസിലത്തെ പോലെ തന്നെ ആഴകുഴമ്പനായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ ക്യാരക്ടർ വേറൊരു നല്ലൊരു ആർട്ടിസ്റ്റോട് കഴിഞ്ഞാൽ നല്ല നോട്ടബിൾ ക്യാരക്ടർ. അത് ഇതൊരു കാര്യമില്ലാത്ത രീതിയിൽ അവൻ ചെയ്തു. മുഖത്തൊരു ചുക്കും വരില്ല, ചുണ്ണാമ്പും വരില്ല, ചാണം വാരി എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാവമെങ്കിലും വരണ്ടേ, അതും കൂടി വരില്ല. അപ്പോൾ അവർക്കൊന്നും കഴിവില്ല. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വരുന്നവർക്ക് കഴിവില്ല. അവരെ പിന്നെ ജനങ്ങൾക്ക് വേണ്ട എന്നുള്ളത് അടി ഉറപ്പിച്ച് വിശ്വസിച്ച ഒരു ആളാണ് മാരാര്. സിനിമ എന്തുണ്ടായി, ഒക്കെ ബിഗ് ബോസിൻ്റെ ആൾക്കാരൊക്കെ കൂട്ടിക്കെട്ടി എന്തുണ്ടായി ഒരു സിനിമ എടുത്തു. അത് 16 അല്ല 24 നിലയിൽ പൊട്ടി. ഈ കൊല്ലം പൊട്ടിയാലേ ഏറ്റവും വാൾ പോസ്റ്റ് ഒട്ടിച്ചാലുള്ള കാശ് പോലും, വാൾ പോസ്റ്റ് ഒട്ടിക്കാനുള്ള ആ പേസ്റ്റിൻ്റെ പൈസ പോലും കിട്ടാത്ത ഒരു സിനിമയാണ് നമ്മുടെ മാരാൻ്റെ മുള്ളൻകൊല്ലി. അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ആൾക്കാരോട് സിനിമാക്കാരും പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണ് പ്രേക്ഷകരും കാണുന്നത്. അങ്ങനെയാണ് ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റിൻ്റെ ഒരു നായകനായുള്ള പടത്തിന് നമ്മൾ കാശ് മുടക്കി ചെന്നിരുന്നിട്ട് അതിലൊരു ചുക്കും ചുണ്ണാമ്പില്ല എന്ന് അവർക്കൊരു തോന്നൽ പ്രേക്ഷകർക്കുണ്ട്. അതവർ ബിഗ് ബോസിൽ കാണാൻ തന്നെ അവർക്ക് ഇഷ്ടമുള്ളൂ. പുറത്തിറങ്ങി അവരെ സിനിമയിലൊന്നും കാണാൻ അവർ ഇഷ്ടമില്ല. അതിനുള്ള തെളിവുകൾ എത്രയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം മൊത്തമല്ല, എല്ലാ സ്ഥലത്തും ആരാധകരുള്ള ഒരു ആളാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡോക്ടർ റോബിൻ. എല്ലാവർക്കും ഇഷ്ടമാണ്. എത്രയോ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് റോബിൻ എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിൽ വന്നതുകൊണ്ട് എല്ലാം തികഞ്ഞു. എല്ലാവരും എന്നും നമ്മൾ ഓർക്കും, നമ്മൾ എന്നും സ്റ്റാറായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. അതൊക്കെ ഈയാമ്പാറ്റകളെ പോലെ അവരൊക്കെ എവിടേക്കോ പോയി മറയുന്നു. നമ്മുടെ മുമ്പിലൊന്നും അവർ വരുന്നില്ല. അതുപോലെ നിന്ന് ഇറങ്ങിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ PR കൊടുക്കണ കാശ് കൊണ്ട്, ആ കാശ് കൊണ്ട് നിങ്ങൾ വല്ല താറാമുട്ട മേടിച്ച് തന്നെ, കോഴിമുട്ട മേടിച്ച് തന്നെ നല്ലത്. അല്ലാണ്ട് ഈ PRകൾക്ക് കാശ് കൊടുത്ത് നിങ്ങൾ ഒരാൾ പോലും ഈ വഴിക്ക് നിൽക്കരുത്. 10 പൈസയ്ക്ക് ഉപകാരമില്ലാത്ത കാര്യമാണ്. നിങ്ങളവിടെ പോയി നല്ലോണം പോലെ കളിക്കുക. അനീഷൊക്കെ ചെയ്യുന്ന പോലെ നല്ല ആൾക്കാർ തുടക്കത്തിൽ നല്ല രീതിയിൽ നല്ല സ്വന്തമായിട്ട് അവനവൻ്റെ വ്യക്തിത്വം നോക്കി നിൽക്കുക. അപ്പോൾ അതിന് ജനങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെയുള്ളവർ നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. അതാണ് ബിഗ് ബോസ് ഇന്ന് വരെ കണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി. അതുതന്നെ തുടർന്ന് പോകും. എന്തായാലും ഇന്നിപ്പോൾ വെള്ളിയാഴ്ചന് ഇന്നിപ്പോൾ മോഹൻലാൽ വന്നിട്ട് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. ആര് പുറത്തായാലും നമ്മൾ പറയാൻ പോകണില്ല, നമുക്കറിയില്ല അതൊന്നും ആരും പുറത്തായിരുന്നു. 8ൻ്റെ പണി 7ൻ്റെ പണിയൊക്കെ നടക്കുന്നത്. ആരാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകാമെന്നുള്ളത് ദൈവത്തിന് പോലും അറിയില്ല. അതാണ് ബിഗ് ബോസിൻ്റെ ഇപ്രാവശ്യത്തെ കളികൾ. അപ്പോൾ നമ്മൾ അയ്യത്തറ എന്ന് പറഞ്ഞ് ആയി പോകും അവസാനം. അപ്പോൾ ഈ വീഡിയോ അവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.